നിങ്ങളെ വേരോടെ പിഴുതെറിയാൻ ജനങ്ങൾ തീരുമാനിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. നിങ്ങൾ BJP എതിർക്കുന്നത് കൊണ്ടല്ല നിങ്ങളെ ഞങ്ങൾ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് BJP എതിർക്കാൻ വേണ്ടി രാജ്യദ്രോഹികളോടൊപ്പം നിങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ത്യ മുന്നണിയെ ഞങ്ങൾ രാജ്യദ്രോഹികളുടെ കൂട്ടം എന്ന് വിളിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും നിങ്ങൾക്ക് ഇല്ലാതെ പോകുന്നത് നിങ്ങൾ ഈ നാട്ടിന്റെ പൈതൃകത്തിൽ നിന്ന് ഒട്ടേറെ അകന്നുപോയി എന്നുള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം ഈ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് ഉണ്ടാവണം എന്ന് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പറയുക. ആ വിഷയത്തിൽ സ്വാഭാവികമായും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. കാരണം അതൊരു ബംഗ്ലാദേശിന്റെ, ശ്രീലങ്കയുടെ, അടുത്ത കാലത്ത് നേപ്പാളിലൊക്കെ നടന്ന ചില സമരങ്ങളുടെ സ്വഭാവം ജന്തർ മന്ദറിലെ ആൾക്കൂട്ടത്തിനും ഉണ്ടായിരുന്നു. അവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഉണ്ടെന്നല്ല, പക്ഷെ അവിടേക്ക് ചില ആളുകൾ നുഴഞ്ഞു കയറുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു അഭിപ്രായത്തോട് അങ്ങ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? BJPയുടെ പ്രതിനിധി പറഞ്ഞു രാജ്യദ്രോഹികളായ ആളുകളാണ് സമരം ചെയ്തത്, അതിനോട് ദേശദ്രോഹികളായ ആളുകളോടൊപ്പം പ്രതിപക്ഷവും നിന്നു എന്ന് പറഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ളത്, അപ്പൊ കേന്ദ്ര സർക്കാർ ദേശദ്രോഹികളുടെ സമരത്തിന് മുമ്പിൽ മുട്ടുമടക്കി അവരുടെ ആവശ്യം അംഗീകരിച്ച് പരാജയം അംഗീകരിച്ചു എന്നാണോ പറയുന്നത്? ഡൽഹിയിലെ ദേശദ്രോഹികളുടെ സമരത്തിന് മുമ്പിൽ മുട്ടുമടക്കി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്നാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെ മുട്ടുമടക്കിയിട്ട് വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിച്ചു എന്നാണോ പറയുന്നത്? എങ്കിൽ കേന്ദ്ര സർക്കാരിന് അധികാരത്തിൽ തുടരാൻ എന്ത് ധാർമ്മിക അവകാശമുള്ളത്? ബംഗ്ലാദേശിന്റെയും ശ്രീലങ്കയുടെയും ഒക്കെ മാതൃക, അല്ലെങ്കിൽ അവരുടെയൊക്കെ സഹായം പറ്റി, പാകിസ്ഥാന്റെ സഹായം പറ്റിക്കൊണ്ട് അയൽ രാജ്യങ്ങളിലെ നമ്മുടെ ശത്രുക്കളുടെ സഹായം പറ്റി വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ള ഒരു ദുസ്സൂചന. അങ്ങനെയെങ്കിൽ അത്തരമൊരു സമരത്തെ പരാജയപ്പെടുത്താതെ ആ സമരത്തിന്റെ മുമ്പിൽ സ്വയം പരാജിതരായിക്കൊണ്ട് ഈ ദേശദ്രോഹികളുടെ മുമ്പിൽ പരാജയം സമ്മതിച്ചുകൊണ്ടാണോ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്? വളരെ സങ്കടം തോന്നിയാണ്. അപ്പൊ ഈ ഗവൺമെന്റിന് തുടരാൻ, കേന്ദ്രത്തിലെ ഗവൺമെന്റിന് തുടരാൻ ധാർമ്മികമായ അവകാശമുണ്ടോ? നമ്മുടെ ദേശദ്രോഹ ശക്തികളെ എതിർക്കുകയല്ല വേണ്ടത്, അവർ ഒഴിവാക്കിയല്ല വേണ്ടത്. അവരുടെ ഡിമാൻഡ് അംഗീകരിച്ചുകൊണ്ടാണോ ഈ പ്രശ്നം പരിഹരിച്ചത്? അത് പറയണം. അപ്പൊ ദേശദ്രോഹിക ശക്തികളാണെന്ന് ഒരു ഭാഗത്ത് പറയുകയും അവരുടെ ആ സംഘടിതമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ സമരത്തെ മറുഭാഗത്ത് ചർച്ച ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുന്ന എന്ത് ഇരട്ടത്താപ്പ് കാണിക്കുന്നത്? ഒന്നുകിൽ ദേശദ്രോഹികളായിട്ട് അവർക്കെതിരെ നടപടിയെടുക്കുക. അവിടെ പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും അതേപോലെ ശ്രീലങ്കയുടെ ഒക്കെ ശക്തികൾ അവിടെ ഉണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്ത് അവരെ മാറ്റിയല്ലേ വേണ്ടത്? അവരുടെ ഡിമാൻഡിൽ അംഗീകരിക്കുകയാണ് നിങ്ങളിപ്പോ ചെയ്തത്. അപ്പോൾ ഈ കേന്ദ്രത്തിലെ ഗവൺമെന്റില്ലേ, രഹസ്യാന്വേഷണ ഏജൻസി ഇല്ലേ, നിങ്ങൾ ഇന്നലെ വരെ നിങ്ങൾ പറഞ്ഞ സോനം വാങ്ചുക്ക് രാജ്യവ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പ്രചരിപ്പിച്ചത്, വീഡിയോ ഒക്കെ ഉണ്ടാക്കി പ്രചരിപ്പിച്ചത്, സോനം വാങ്ചുക്ക് അടുത്ത ദിവസം പാകിസ്ഥാൻ സന്ദർശിച്ചു, അദ്ദേഹത്തിന് പാകിസ്ഥാനിൽ നിന്ന് അച്ചാരം കിട്ടിയെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചവരാണ് നിങ്ങൾ. ഇപ്പൊ സോനം വാങ്ചുക്കിനെ രാത്രിയിൽ പോയിട്ട് മന്ത്രിമാരെ സന്ദർശിക്കുന്നു. സോനം വാങ്ചുക്കിനെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്? രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഈ രാജ്യദ്രോഹികളെ പിന്തുണച്ചതിന് അറസ്റ്റ് ചെയ്യണ്ടേ? അത് ചെയ്യാതെ പകരം അവരുമായിട്ട് അനുരഞ്ജനത്തിനാണോ തയ്യാറാവുന്നത്? അപ്പൊ നിങ്ങളുടെ നിലപാട് എവിടെയാണ്? നിങ്ങൾ ഏത് നിലപാടിലാണ് നിൽക്കുന്നത്? രാജ്യദ്രോഹികളോട് അനുരഞ്ജനത്തിന്റെ സജീവനാണോ സ്വീകരിക്കുന്നത്? അപ്പൊ ഇതൊക്കെ തന്നെ ഇരട്ടത്താപ്പാണ്. അപ്പോ വിദ്യാർത്ഥികളുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി അവർ സമരം ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് രാജ്യദ്രോഹികളെ വിളിക്കുക, മറുഭാഗത്ത് അവരോട് ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ട് അവരുമായിട്ട് അനുരഞ്ജനം ഉണ്ടാക്കേണ്ടി വരുന്നു. അപ്പൊ ഇതൊക്കെ ഇരട്ടത്തെ രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാവും. ഈ BJPയുടെ ഇരട്ടത്താപ്പൊക്കെ പിന്നെ എല്ലാത്തിനും പുറമെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ പരീക്ഷയുടെ ചോദ്യകർത്താക്കൾ നാട് നീളെ കടല വിൽക്കുന്നത് പോലെ ചോദ്യപേപ്പർ വിറ്റിട്ട് അവരാരെയൊക്കെ ഫോൺ ചെയ്തു, അവരെവിടെയൊക്കെ പോകുന്നു, അവരെന്തൊക്കെ ക്രയവിക്രയങ്ങൾ, ഇതെന്തുകൊണ്ട് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താൻ കഴിയാതെ പോയി? പിന്നെ എന്തിനാ അമിത്ഷാ മന്ത്രി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നത്? എന്താ അദ്ദേഹത്തിന്റെ പണി? അതുകൊണ്ട് ഉത്തരം പറയൂ.